റഫീനിയെ ചതിച്ച ബാഴ്സലോണ ആരാധകർ, റഫീനിയെ ഒറ്റപ്പെടുത്തുന്ന ബാഴ്സലോണ ആരാധകർ, റഫീനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും ഇണ്ടാത്ത ബാഴ്സലോണ ആരാധകർ, ആ ലമീൻ യമാലിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്ക് റഫീനിയെ വേണ്ട, പാവം എന്തോരം കഷ്ടപ്പെട്ടതായി ഈ സീസൺ അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആ ടോപ്പിക്കിനെ പറ്റി ഒന്ന് സംസാരിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഘോരമായി കമൻറ്റുകളിലൂടെ പറയുന്ന ഫാൻസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കൂട്ടമാണ്. അവർക്കൊരു പ്രത്യേക ക്ലബിനോടാണ് ഇഷ്ടം, ഒരു പ്രത്യേക താരത്തോട് മാത്രമാണ് അവരുടെ ആരാധന. അപ്പോൾ അവരുടെ കണ്ണിൽ ഈ പറയുന്ന ഒരു ക്ലബ്ബും ഈ പറയുന്നത് പോലെ തന്നെ ഒരേ ഒരു താരവും മാത്രമേ ഫുട്ബോൾ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, എങ്ങാനും ഈ പറയുന്ന പോലെ തന്നെ ആ ലമീൻ യമാലിന് ഈ പറയുന്ന പോലെ ബാലൻ ഡ്യോർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം തെറ്റിപ്പോയില്ലേ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ശരിയാണ്, റഫീനിയുടെ പെർഫോമൻസ് ഒട്ടും മോശമല്ല, ഒഫീഷ്യൽ ലിസ്റ്റ് വന്നിട്ടില്ല, എന്തായാലും ടോപ്പ് 5-ലോ ടോപ്പ് 6-ലോ ഈ പറയുന്നത് പോലെ തന്നെ ആരുണ്ടാവും, റഫീനിയ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ബാലൻ ഡ്യോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ പല മീഡിയകളും അനലിസ്റ്റുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മാറി ഒരു ലിസ്റ്റ് വന്നിട്ടുള്ളതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ സാധനം ഇത്രമേൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ തന്നെ ലമീൻ യമാലിനോടുള്ള ഒരു പേടി തന്നെയാണ്, അല്ലെങ്കിൽ അവനോടുള്ള ഒരു ഹെയ്റ്റ് തന്നെയാണെന്നുള്ളതാണ്. എങ്ങാനും ആ ചെറുക്കന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസേർവിങ് അല്ല എന്നുള്ളത് വരുത്തി തീർക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ബാലൻ ഡ്യോർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒഫീഷ്യൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് വോട്ടിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. സോ ടെക്നിക്കലി ഇനി ജയിച്ചാൽ അത് ഡിസേർവിങ് അല്ല എന്ന് ഇപ്പോഴേ അങ്ങ് പറഞ്ഞു വെക്കാം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നിയെന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് കറവും.